ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറേ പേർ റിക്വസ്റ്റ് ചെയ്ത മധുവിധു എന്ന് പറയുന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പലരും ലൈക്ക് ചെയ്യാനൊക്കെ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആഞ്ഞിലിമൂട്ടിൽ തറവാടാണ്. ആ തറവാട്ടിലെ കുറച്ച് കാരണവരുടെ ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവിടുത്തെ തലമൂത്ത കാരണവരായിരുന്നു കൊച്ചുരാജ എന്ന് പറയുന്ന ഇയാൾ. മരണം വരെയും വിവാഹമൊന്നും കഴിക്കാതെ ബാച്ചിലറായിട്ട് തന്നെയാണ് അയാൾ മരിച്ചത്. ഇപ്പോൾ ആ തറവാടിന്റെ കാരണവര് ശേഖരൻ എന്ന് പറയുന്ന ഇയാളാണ്. പഴയ തറവാട് നല്ല രീതിയിലൊന്ന് പുതുക്കി പണിത് ഇപ്പോഴും പ്രൗഢിയൊന്നും പോകാതെ തന്നെ ശേഖരൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ശേഖറിന് 2 മക്കളാണുള്ളത്, രാജ്കുമാറും അംബരീഷും. ഇതിൽ അംബരീഷ് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, സിംഗിൾ ആയിട്ട് തന്നെ നിൽക്കുന്നു. രാജ്കുമാർ വിവാഹം കഴിച്ചത് സരോജിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. എന്നാൽ അവരൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി. എന്നാൽ രാജ്കുമാറിന് 2 മക്കളുണ്ട്, അമൃതരാജും വിമൽരാജും. അമൃതരാജിനെ അമ്മു എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ വീട്ടിൽ ഇപ്പോൾ സ്ത്രീകളൊന്നുമില്ല, ഇവർ 5 ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മു എന്ന് വിളിക്കുന്ന അമൃതരാജന് കുറെയായിട്ട് പല വിവാഹാലോചനകളും വരുന്നുണ്ട്. എന്നാൽ ഒന്നും തന്നെ ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അത് മുടങ്ങിപ്പോകും. പക്ഷെ ആ നാട്ടുകാർ അതിന് പറയുന്നത് പണ്ട് തറവാട് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് തറവാടിനടുത്തുള്ള സർപ്പക്കാവ് വെട്ടിത്തെളിച്ചത് കാരണം സർപ്പകോപം കിട്ടിയത് കൊണ്ടാണ് ഈ വീട്ടിലെ കല്യാണങ്ങളൊന്നും നടക്കാത്തതെന്ന്. അംബരീഷ് കേബിൾ കണക്ഷന്റെ ജോലിയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അംബരീഷിന്റെ അസിസ്റ്റന്റ് ആണ് ജിജോ എന്ന് പറയുന്ന ഇയാൾ. കുറച്ച് നാളായിട്ട് ആ ഏരിയയിലെ പല കേബിൾസും ആരോ വെറുതെ മുറിച്ചിടുന്നു. മനഃപൂർവ്വം ആരോ ചെയ്യുന്നതാണെന്ന് അംബരീഷിന് മനസ്സിലായി. എന്നാൽ ആളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ദിവസവും അത് കാരണം മുറിച്ചിട്ടിരിക്കുന്ന കേബിളൊക്കെ ശരിയാക്കുന്നതായിരുന്നു ഇപ്പോൾ അംബരീഷിന്റെ മെയിൻ ജോലി. വിമൽ കോളേജിൽ പഠിക്കുകയാണ്. അമൃതരാജന് ടൗണിൽ ഒരു കഫേ ഉണ്ട്. അമൃതരാജിന്റെ വിമലിന്റെ അച്ഛൻ രാജ്കുമാർ ആകട്ടെ നേരത്തെ ഗൾഫിലായിരുന്നു. ഇപ്പൊ കുറച്ച് കൃഷിയും കാര്യങ്ങളും പിന്നെ സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ നോക്കി അയാളുടെ ചിലവിനുള്ള കാശെല്ലാം കണ്ടെത്തുന്നുണ്ട്. അംബരീഷിനെ സംബന്ധിച്ച് സിംഗിൾ ആയിട്ടിരിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഭയങ്കര സങ്കടത്തിലാണെന്നും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നു കയറുന്ന സ്ത്രീ ഭർത്താവിന്റെ സ്വാതന്ത്ര്യം എല്ലാം തന്നെ ഇല്ലാതാക്കുമെന്നൊക്കെയായിരുന്നു അംബരീഷ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് അംബരീഷിന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാതിരുന്നത്. അങ്ങനെയൊക്കെ ഒരു ദിവസം വിമലാകട്ടെ തന്റെ ചേട്ടൻ അമ്മൂനോട് ഒന്ന് പറയുന്നുണ്ട്, കോളേജിൽ നിന്ന് തനിക്ക് സസ്പെൻഷൻ കിട്ടി, ചെറിയൊരു പ്രശ്നമുണ്ട്, സോൾവ് ചെയ്യാൻ ചേട്ടൻ വരണമെന്ന്. വീട്ടിലെ വേറെ ആരെയും അറിയിക്കാൻ പറ്റില്ല എന്ന്. കോളേജിൽ ചെന്ന പ്രിൻസിപ്പലിനോട് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് ജൂനിയർ ആയിട്ടുള്ള മിലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ റാഗി എന്നതിന്റെ ഭാഗമായിട്ട് അവളെ കൊണ്ട് വിമല് ഒരു റീൽസ് ചെയ്യിപ്പിച്ചു. അവന്റെ കൂടെ അവൾ ഡാൻസ് കളിക്കണം. എന്നാൽ സിമ്പിൾ ആയിട്ടൊരു വീഡിയോ ആണെങ്കിൽ വേണ്ടിയില്ല, ഇത് വീഡിയോ ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് 10-22 ടേക്ക് അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കംപ്ലൈന്റുമായിട്ടാണ് മിലിയും അവളുടെ കസിനായിട്ടുള്ള സ്നേഹ മാർക്കോസ് എന്ന് പറയുന്ന നമ്മുടെ നായികയും വരുന്നത്. ചെറിയ റാഗിംഗ് ഒക്കെ സ്വാഭാവികമായിട്ടും കോളേജിൽ ഉള്ളതല്ലേ എന്ന് അമ്മു പറയുന്നു. എന്നാൽ ഇത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണെന്നും ഇത്രയൊക്കെ ടേക്ക് എന്തിനാണ് ഒരു റീൽസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് എന്തായാലും അവൻ എന്തെങ്കിലും ശിക്ഷ കൊടുത്തെങ്കിലേ പറ്റുമെന്ന് സ്നേഹ പറയുന്നു. പ്രിൻസിപ്പൽ ഒരു വിധത്തില് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ സ്നേഹ പറയുന്നുണ്ട് പബ്ലിക് ആയിട്ട് അവൻ മാപ്പെഴുതണം, എന്നിട്ടത് നോട്ടീസ് ബോർഡിൽ ഇടുകയും വേണം. കൂടാതെ അവന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ എല്ലാ വീഡിയോസും സ്നേഹ ഡിലീറ്റ് ആക്കി കളയുന്നു. അത് കാരണം വിമലിന് മിലിയോടും സ്നേഹയോടും നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. സ്നേഹ ദേഷ്യത്തോടെ അമ്മുവിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ ഉള്ളതല്ലേ, എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നതെന്ന്. എന്നാൽ അമ്മു പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ സ്ത്രീകളൊന്നും ഇല്ലാന്ന്. അതൊക്കെ കൊണ്ടായിരിക്കാം ഇവൻ ഈ പ്രശ്നം. ഈ അടുത്തിടെയും അമ്മ ഒരു പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവരും ഈ തറവാടിന്റെ ചില ചരിത്രങ്ങളൊക്കെ കേട്ടിട്ട് കല്യാണം വേണ്ടെന്ന് വെച്ചു. കാരണം നാട്ടിൽ ഓൾറെഡി എല്ലാവർക്കും ഇവിടുത്തെ സർപ്പകോപത്തിന്റെ കാര്യമൊക്കെ അറിയാം. അമ്മുവിന്റെ കഫേയിലെ ജീവനക്കാരനായ ഇയാളാകട്ടെ ഇടയ്ക്കിടയ്ക്ക് അമ്മുവിന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നത് പതിവായിരുന്നു. കല്യാണം മുടങ്ങിയതിൽ ആകെ സങ്കടത്തിൽ നിൽക്കുന്ന അമ്മുവിനോട് ഈ ജോലിക്കാരൻ പറയുന്നുണ്ട് സ്ട്രെസ് മാറ്റാൻ നല്ലൊരു വഴിയുണ്ടെന്ന്. അതിനയാൾ അമ്മുവിനെ കൊണ്ടുപോകുന്നത് ക്ലേ തെറാപ്പി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ക്ലേ വെച്ചിട്ട് പല സാധനങ്ങളും ഉണ്ടാക്കും. അതിലൂടെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യാം. എന്നാൽ അവിടെ എത്തുമ്പോഴാണ് അമ്മുവിന് മനസ്സിലാകുന്നത് ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മുടെ നായികയായ സ്നേഹയാണെന്ന്. കോളേജിൽ വെച്ച് ഇവർ തമ്മിൽ ഒടുക്കിയെങ്കിലും അമ്മു അവിടെ വന്നത് സ്ട്രെസ് കുറയ്ക്കാനാണെന്ന് മനസ്സിലായപ്പോൾ സ്നേഹ അവനെ ഹെൽപ്പ് ചെയ്യുകയും അവന് ക്ലേ വെച്ച് ഓരോന്ന് ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പതിയെ രണ്ടുപേരും നല്ല സൗഹൃദത്തിലായി. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുകയും മീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അമ്മുവിന്റെ കഫേയിലേക്കും സ്നേഹ വരുന്നുണ്ട്. അവിടെ വെച്ച് തനിക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ടെന്നും സ്നേഹ പറയുന്നുണ്ട്. ജോയൽ എന്ന് പറയുന്ന ഒരാളെ സ്നേഹ അവിടെ വെച്ച് മീറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഡേറ്റിംഗിലാണെന്ന് അമ്മ കരുതുകയും ചെയ്യുന്നു. സ്നേഹയ്ക്ക് ഒരു അനിയത്തി കൂടി ഉണ്ടായിരുന്നു, സോഫി എന്നാണ് അവളുടെ പേര്. സ്നേഹയും അമ്മുവും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പിലായെങ്കിലും ഇപ്പോഴും സ്നേഹയുടെ കസിൻ മിലിയും അമ്മുവിന്റെ സഹോദരൻ വിമലും തമ്മിൽ നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു. സോഫിയുടെയും സ്നേഹയുടെയും അച്ഛനാണ് മാർക്കോസ് എന്ന് പറയുന്ന ഇയാൾ. മാർക്കോസിന്റെ സഹോദരിയാണ് മേഴ്സി. വിവാഹബന്ധം വേർപ്പെടുത്തിയ മേഴ്സിയാകട്ടെ മാർക്കോസിന്റെ കൂടെയാണ് താമസിക്കുന്നത്. മേഴ്സിയുടെ മകളാണ് മിലി. അങ്ങനെ അമ്മുവിന്റെ സ്നേഹയുടെ സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു ദിവസം ഇവർ രണ്ടുപേരും അമ്മുവിന്റെ കഫേയിലിരുന്ന് മദ്യപിക്കുകയാണ്. പിറ്റേന്ന് അമ്മു മറ്റൊരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. അതിന് ഓൾ ദ ബെസ്റ്റ് ഒക്കെ സ്നേഹയും പറയുന്നുണ്ട്. സ്നേഹയും ജോയലും തമ്മിൽ ഡേറ്റിംഗ് അല്ലേന്ന് ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലാന്ന്. ഈ ജോയലിന് ഒരു അനിയനുണ്ട്, ടോം എന്നാണ് അവന്റെ പേര്. ടോമിന് സ്നേഹയുടെ അനിയത്തി സോഫിയ ഇഷ്ടമാണ്. അവരൊരു ആലോചനയായിട്ട് വന്നു. ഇവിടെ വന്ന് തന്നെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർക്ക് ഒരു ആഗ്രഹം, ടോമിനെ സോഫിയെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ തന്നെ ടോമിന്റെ ചേട്ടൻ ജോയലിനെ സ്നേഹയെ കൊണ്ട് കെട്ടിക്കാം. അങ്ങനെ അനിയത്തി മൂലമാണ് ഈ ഒരു കല്യാണാലോചന സെറ്റായത്. പക്ഷേ ഇവർക്കിടയിൽ പരസ്പരം ഇഷ്ടമൊന്നും
കണ്ടിട്ടൊന്നുമില്ല. ജോയലിനെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ എന്നാണ് സ്നേഹ പറയുന്നത്. ശരിക്കും സ്നേഹിക്കും അമ്മുവിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ ഉണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരുടെയും വീട്ടുകാര് വേറെ വിവാഹാലോചനകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കാരണം ഇവർ രണ്ടുപേരും അത് തുറന്നു പറഞ്ഞിട്ടില്ല. പിറ്റേന്ന് അമ്മു വീട്ടുകാർ പറഞ്ഞ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോകുന്നു. എന്നാൽ അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരാൾ ഇവരുടെ കുടുംബ പേര് ചോദിക്കുന്നു. ആ പേര് കേട്ടതോടുകൂടി അയാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിനല്ലേ സർപ്പകോപം ഉണ്ടെന്ന് പറഞ്ഞത്. നാട്ടുകാർ പലരും പറഞ്ഞ് താൻ കേട്ടിട്ടുണ്ട്. അമ്മുവിന്റെ അമ്മ സരോജിനിയും ആക്സിഡന്റിലല്ലേ മരിച്ചത്. ആ കുടുംബത്തിൽ സർപ്പകോപം കാരണം സ്ത്രീകൾ സ്വസ്ഥമായിട്ട് വാഴില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ളൊരു കുടുംബത്തിലേക്ക് തന്റെ മകളെ അയക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് അവർ പറയുന്നു. എന്നാൽ അനാവശ്യമായിട്ട് തന്റെ കുടുംബത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മുവിന് ഇഷ്ടപ്പെട്ടില്ല. അംബരീഷും ആകെ ദേഷ്യത്തിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി. ദേഷ്യം വന്ന അമ്മു ആകട്ടെ ആ പെണ്ണിന്റെ ഫാമിലിയിലെ ഒരാളുടെ മുഖത്ത് അടിക്കുകയും ചെയ്തു. സംഭവം പോലീസ് കേസായി. വീട്ടിലെ അച്ഛനും ബാക്കിയുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്ന് ചിന്തിച്ചിട്ട് അമ്മു ആകട്ടെ ഈ കാര്യം സ്നേഹയെ വിളിച്ചു പറയുന്നു. സ്നേഹയാണ് ഇവരെ വന്ന് ജാമ്യത്തിൽ ഇറക്കുന്നത്. ആൾക്കാർ ഇങ്ങനെ തങ്ങളുടെ വീടിനെ കുറിച്ച് ഓരോന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അമ്മു സ്നേഹയോട് ഷെയർ ചെയ്യുന്നു. എന്നാൽ സ്നേഹയ്ക്ക് അതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. സ്നേഹ അമ്മുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അമ്മുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മു എന്നെ വിവാഹം കഴിക്കുമെന്ന്. അമ്മുവിന്റെ മനസ്സിലും അവളോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അവൻ പറയുന്നു. പരസ്പരം അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതോടുകൂടി വീട്ടിലും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനിടയ്ക്ക് ഇവിടെ അംബരീഷിന് സ്ഥിരം പണി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും കേബിൾ ആരോ കട്ട് ചെയ്യുന്നു. ശരിയാക്കി അംബരീഷിനും ജിജോയ്ക്കും മടുത്തിട്ടുണ്ടായിരുന്നു. ചിന്നു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള കേബിളായിരുന്നു കൂടുതലും കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചിന്നു വിവാഹം കഴിച്ചിട്ടില്ല, സിംഗിൾ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ചിന്നുവിന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ കുറെ ആടും പശുവും കോഴിയൊക്കെ ഉണ്ട്. തന്നെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് തന്റെ വീട്ടിൽ നിൽക്കുന്ന ആരെങ്കിലും കിട്ടുവാണെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കൂ എന്നാണ് ചിന്നു പറയുന്നത്. അല്ലാതെ അമ്മയെ ഒറ്റയ്ക്കാക്കി തനിക്ക് പോകാൻ പറ്റില്ല എന്നും ചിന്നു പറയുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരാളെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സ്നേഹ അമ്മുവിനോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അമ്മു ചോദിക്കുന്നുണ്ട്, അപ്പോൾ ജോയലിന് ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന്. എന്നാൽ അമ്മു പറയുന്നുണ്ട്, തന്നോടുള്ള ഇഷ്ടം ഞാൻ ആദ്യം ജോയലിനോടാ തുറന്നു പറഞ്ഞത്, അപ്പോൾ ജോയൽ തന്നെയാ ഇത് തുറന്നു പറയാൻ പറഞ്ഞതെന്ന്. ജോയലിന് അതിലൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. കാരണം ജോയലിന് ഓൾറെഡി തന്നെ സ്നേഹയെ തന്റെ ഭാര്യയുടെ സ്ഥാനത്തൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധം കാരണം അവർ വിവാഹത്തിന് ഓക്കെ പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് ജോയലിന് ഇവർ തമ്മിൽ ഒന്നിക്കുന്നതിൽ ഒരു എതിർപ്പുമില്ല. ഇവർ രണ്ടുപേരും രണ്ടും മതമായതുകൊണ്ട് തന്നെ മാർക്കോസ് ഇത് സമ്മതിക്കുമെന്ന് അമ്മുവിന് പേടിയുണ്ടായിരുന്നു. എന്നാൽ സ്നേഹ പറയുന്നുണ്ട്, മേഴ്സി ആന്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എന്റെ അച്ഛൻ കേൾക്കുമെന്ന്. മേഴ്സി ആന്റിയോട് അച്ഛൻ അത്രയ്ക്ക് സ്നേഹമാണ്. പണ്ട് ആന്റിയുടെ ഇഷ്ടമൊന്നും നോക്കാതെ ആന്റിയുടെ അച്ഛനും വീട്ടുകാരും എല്ലാം ചേർന്നിട്ട് ആന്റിയുടെ വിവാഹം നടത്തിവിട്ടു. അയാൾ ആന്റിയെ ഒരുപാട് ദ്രോഹിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ബന്ധം ഒഴിവാക്കി മിലിയും കൊണ്ട് തിരിച്ചു വന്നത്. ആന്റിയുടെ ഹസ്ബൻഡ് ആന്റിയെ മകളെ ഇട്ടിട്ട് പോയതാണ്. അതിൽ അച്ഛനും ഇപ്പോൾ ഒരുപാട് കുറ്റബോധമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ വലിയ എതിർപ്പൊന്നും പറയാൻ സാധ്യതയില്ല എന്നാണ് സ്നേഹ പറയുന്നത്. സ്നേഹ ഈ കാര്യം പതിയെ മേഴ്സി ആന്റിയെ കൊണ്ട് മാർക്കോസിന്റെ അടുത്ത് അവതരിപ്പിക്കുന്നു. മാർക്കോസിനും വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സ്നേഹയുടെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്നായിരുന്നു പറയുന്നത്. ടോമിന്റെയും ജോയലിന്റെയും അച്ഛൻ മാർക്കോസിന്റെ ഫ്രണ്ട് ആയിരുന്നു. പണ്ടേയുള്ള പരിചയം കൊണ്ടാണ് ടോമിന് സോഫി ഇഷ്ടമാണെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ അവർ ആലോചനയുമായിട്ട് വന്നത്. അതുകൊണ്ട് അവരുടെ കല്യാണമെങ്കിലും നന്നായിട്ട് നടക്കട്ടെ. ഇവിടെ സ്നേഹയും അമ്മുവും തമ്മിലുള്ള വിവാഹത്തിനും സമ്മതിക്കാമെന്ന് അയാൾ കരുതി. സ്നേഹയുടെ വീട്ടിൽ കാര്യങ്ങൾ ഓക്കെയായിരുന്നു. അമ്മു തന്റെ വീട്ടിലും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. തനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. എന്നാൽ പെൺകുട്ടിയുടെ ഫോട്ടോ ഒന്നും തന്നെ ആദ്യമേ കാണിച്ചില്ല. കാരണം വിമൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എതിർപ്പ് പറയുമെന്നറിയാം. വിമലും മിലിയുമായിട്ട് ഓൾറെഡി തന്നെ നല്ല ശത്രുതയിലാണ്. ആ മിലിയുടെ കസിനെയാണ് തന്റെ ചേട്ടൻ കെട്ടാൻ പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായാലും കല്യാണം മുടക്കാൻ നിൽക്കും. അതുകൊണ്ട് ഫോട്ടോ ഒന്നും കാണിക്കാതെ ഡയറക്റ്റ് ആയിട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തി മിലിയെയും സ്നേഹയും കണ്ടതോടുകൂടി വിമൽ ആകെ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇത് ശരിയാവത്തില്ല, ഈ വീട്ടിൽ നിന്ന് കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മുവിനോട് വഴക്കിടുന്നു. എന്നാൽ അതൊന്നും സാരമില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനെ നിർബന്ധിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവിടെ എത്തി അവർ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ മേഴ്സിയെ പറ്റിയും അംബരീഷ് ചോദിക്കുന്നു. മേഴ്സിയുടെ ഹസ്ബൻഡ് മേഴ്സിയെ ഉപേക്ഷിച്ചു പോയതാണെന്നും അവൾ വിവാഹശേഷം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും അയാൾ പറയുന്നുണ്ട്. മേഴ്സിയും ആകെ സങ്കടത്തിൽ നിൽക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അമ്മുവിന്റെ കുടുംബം മാർക്കോസുമായിട്ട് നല്ല സൗഹൃദത്തിലായി. മനസ്സമ്മതം പള്ളിയിൽ വെച്ച് നടത്തണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിലൊന്നും തന്നെ അമ്മുവിന്റെ ഫാമിലിക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷേ വിമല് പരമാവധി ഇതിനെ എതിർക്കുന്നുണ്ടായിരുന്നു. ആ കുടുംബത്തിൽ നിന്ന് കല്യാണം വേണ്ട, ഞാൻ ഓൾറെഡി ആ മിലിയുമായിട്ട് നല്ല ദേഷ്യത്തിലാന്ന് പറഞ്ഞിട്ട്. എന്നാൽ അതൊക്കെ പതിയെ ശരിയാവുമെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. വിമലിനെ സംബന്ധിച്ച് എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്ന് മുടങ്ങിയാൽ മതിയെന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി അവൻ ഇവരുടെ പല ബന്ധുക്കളെയും ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നു. അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. പക്ഷെ അതൊന്നും തന്നെ ഏറ്റില്ല. അമ്മുവും വീട്ടുകാരും സ്നേഹയെ തന്നെ മരുമകളായിട്ട് മതിയെന്ന് പറഞ്ഞ ഒറ്റ വാശിയിലായിരുന്നു. അങ്ങനെ മനസ്സമ്മതത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം രണ്ട് വീട്ടിലും നടക്കുകയാണ്. ആ വീട്ടില് സിംഗിൾ കട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം അമ്മു ആകട്ടെ ഒരു ഡബിൾ കോട്ട് കട്ടിലിന് വേണ്ടി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ അവന് സ്നേഹിക്കും കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മനസ്സമ്മതത്തിനുള്ള ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം മാർക്കോസിന് ഒരു കോള് വരുന്നു. രജിസ്ട്രാർ ഓഫീസിലേക്ക് ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫ്രണ്ടാണ് വിളിച്ചത്. ആകെ ടെൻഷൻ അടിച്ച് അയാൾ അവിടേക്ക് പോകുന്നു. ആ സമയത്ത് സ്നേഹ അമ്മൂനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് രജിസ്ട്രാർ ഓഫീസിലേക്ക് വരണമെന്ന് പറയുന്നു. എന്താ പ്രശ്നമെന്നറിയാതെ അമ്മു അവിടേക്ക് എത്തി. തലേന്ന് മുതല് വിമലിനെ കാണാനില്ലായിരുന്നു. മിലിയാകട്ടെ അന്ന് രാവിലെ ഏതോ ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞിട്ടും പോയി
പോയിരിക്കുകയാണ്. രണ്ടുപേരും അവിടെ ഇല്ല. രജിസ്ട്രാർ ഓഫീസിലെത്തിയപ്പോൾ ആരുടെ വിവാഹം കഴിഞ്ഞുവെന്ന് അവിടുത്തെ സാഹചര്യം വെച്ചിട്ട് അമ്മുവിന് മനസ്സിലായി. പക്ഷെ അവർ പ്രതീക്ഷിച്ച പോലെ അത് മിലിയുടെയും വിമലിന്റെ ആയിരുന്നില്ല. അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അമ്മുവിന്റെ അച്ഛൻ രാജ്കുമാറും സ്നേഹയുടെ ആന്റി മേഴ്സിയും വിവാഹം കഴിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ ഇതെങ്ങനെ കണക്ഷനായി, എങ്ങനെ വിവാഹം കഴിച്ചു എന്നാലോചിച്ച് എല്ലാവരും ഞെട്ടിത്തടിച്ചിരിക്കുകയായിരുന്നു. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അമ്മു സ്നേഹയും തമ്മിലുള്ള വിവാഹകാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്നേഹയുടെ വീട്ടിലേക്ക് വന്നപ്പോ തന്നെ മേഴ്സി രാജ്കുമാർ കണ്ടിരുന്നു. ശരിക്കും ഇവർ വർഷങ്ങൾക്ക് മുമ്പ് പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നവരാണ്. അന്ന് മേഴ്സി വിവാഹം കഴിക്കാൻ രാജ്കുമാർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. മേഴ്സിയും അയാളെ സ്നേഹിച്ചിരുന്നു. പക്ഷേ മേഴ്സിക്ക് വീട്ടുകാരെ എതിർത്ത് ഒന്നും പറയാൻ പറ്റിയില്ല. വീട്ടുകാർ തീരുമാനിച്ച വിവാഹം തന്നെ അവർക്ക് കഴിക്കേണ്ടി വന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം രാജ്കുമാറിന്റെ വൈഫ് മരിച്ചു പോവുകയും ചെയ്തു. മേഴ്സിയാകട്ടെ വിവാഹബന്ധം വേർപ്പെടുത്തി നിൽക്കുകയും ചെയ്യുന്നു. പഴയ ഇഷ്ടം അവർക്കിടയിൽ വീണ്ടും വരാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം മേഴ്സിയെ കണ്ടതും രാജ്കുമാർ പോയി സംസാരിച്ചു. കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പർ കൊടുക്കുകയും ചെയ്തു. മേഴ്സി ഇക്കാര്യങ്ങൾ മിലിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മിലിക്കും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. ഇവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മിലിയും കൂടാണ് മുൻകൈ എടുത്തു നിന്നത്. കുട്ടികളുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഇവരുടെ കാര്യം വീട്ടിൽ അറിയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഓൾറെഡി രാജ്കുമാറിന് അറിയാം. അതുകൊണ്ട് തന്നെ രാജ്കുമാറിന്റെ ഫ്രണ്ടിനോട് കൂടി ആലോചിച്ചിട്ടാണ് രാജ്കുമാർ അമ്മുവും സ്നേഹയും തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന് മുൻപ് തന്നെ ഒന്ന് രജിസ്റ്റർ ചെയ്തിടാൻ തീരുമാനിച്ചത്. എന്നാൽ രജിസ്റ്റർ ചെയ്ത കാര്യം ഈ മാർക്കോസിന്റെ ഏതോ ഒരു ഫ്രണ്ട് കണ്ടു. അങ്ങനെയാണ് മാർക്കോസിനെ വിളിച്ചറിയിച്ചത്. ശരിക്കും സ്നേഹയും അമ്മുവും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഇവർ ഇരുന്നതാണ്. എന്നാൽ അതിനു മുമ്പേ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. സംഭവം എന്തായാലും വലിയ പ്രശ്നമായി. മാർക്കോസിന് ഇതൊട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാതായി. അയാൾ ബഹളം വെക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും ഒക്കെ ആയതോടുകൂടി അയാൾ വായിൽ വന്ന ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ദേഷ്യം വന്ന അംബരീഷ് ആകട്ടെ മാർക്കോസിനെ ചവിട്ടി താഴെയിടുകയും ചെയ്തു. അതോടുകൂടി സ്നേഹയും തിരിഞ്ഞു. അമ്മ അയാളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും സ്നേഹ പറയുന്നുണ്ട് എന്റെ അച്ഛനെ തുടരുതെന്ന്. മേഴ്സി ആന്റി ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് സ്നേഹയും കരുതിയില്ല. സ്വന്തം മക്കളെക്കാൾ കൂടുതൽ മാർക്കോസ് സഹോദരിയെ മേഴ്സിയായിരുന്നു സ്നേഹിച്ചിരുന്നത്. മേഴ്സി രാജ്കുമാറും വിവാഹം കഴിച്ചതോടുകൂടി സ്നേഹയും അമ്മുവും തമ്മിലുള്ള വിവാഹം ഇനി നടക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് മാർക്കോസ് അവിടെ നിന്നും പോയത്. അമ്മു ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ ഇവരെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോയെങ്കിലേ പറ്റൂ. അങ്ങനെ മേഴ്സിയും മിലിയും രാജ്കുമാറിന്റെ കൂടെ ഇവരുടെ വീട്ടിലേക്ക് വന്നു. ഇതൊന്നും അറിയാതെ കൂട്ടുകാരുടെ കൂടെ ടൂറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന വിമലാകട്ടെ അമ്മുവിന്റെ വിവാഹം മുടങ്ങിയ കാര്യം അറിഞ്ഞു. അതറിഞ്ഞിട്ട് അവൻ വലിയ സന്തോഷത്തിലായിരുന്നു. ഇനിയിപ്പോ ആ മിലിയുമായിട്ടൊരു ബന്ധവും വേണ്ടല്ലോ, അവളെ എനിക്കിനി കാണണ്ടല്ലോ എന്ന്. അതും പറഞ്ഞവൻ തിരിഞ്ഞു നോക്കുന്നതും മിലി അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അവനും മനസ്സിലാക്കിയത്. ആരെയാണോ അവൻ ശത്രുവായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ആ പെൺകുട്ടി ദേ ഇപ്പോ അവന്റെ പെങ്ങളുടെ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അമ്മ പലതവണ സ്നേഹയെ വിളിച്ച് പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ നോക്കിയെങ്കിലും സ്നേഹ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അമ്മു ഓർഡർ ചെയ്ത കട്ടിലും വന്നിരിക്കുന്നു. ഇനിയിപ്പോ അമ്മുവിന് അതിന്റെ ആവശ്യമില്ല. എന്നാൽ രാജ്കുമാർ ആകട്ടെ കാശ് കൊടുത്ത് അതങ്ങ് വാങ്ങി. സ്ത്രീകളില്ലാതിരുന്ന വീട്ടിലേക്ക് മേഴ്സിയും മിലിയും വന്നതോടുകൂടി ആ വീടിന്റെ രീതികൾ തന്നെ മാറി. ആദ്യമൊക്കെ മിലിയെ കൂടി കോളേജിലേക്ക് കൊണ്ടുപോകാൻ വിമൽ എതിർപ്പ് കാണിച്ചെങ്കിലും രാജ്കുമാർ നിർബന്ധിച്ച് പറഞ്ഞുവിടാൻ തുടങ്ങി. പതിയെ പതിയെ മിലിയും അവനെ സഹോദരനായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ദിവസങ്ങൾ കടന്നുപോയതോടുകൂടി വിമലും അവളെ സ്വന്തം സഹോദരിയായിട്ട് അക്സെപ്റ്റ് ചെയ്തു. വീട്ടിലെല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പക്ഷെ സ്നേഹ ഇപ്പോഴും അമ്മുവിനോട് മിണ്ടിയിട്ടില്ല. സോഫിയും സ്നേഹയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സ്നേഹ ഒരു രീതിയിലും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ സോഫിയുടെ ഹെൽപ്പോട് കൂടി പള്ളി സെമിത്തേരിയിൽ വെച്ചിട്ട് സ്നേഹയെ അമ്മു കാണുന്നു. അച്ഛനും മേഴ്സിയന്റെയും അങ്ങനെ കാണിച്ചതിന്റെ പേരിൽ നമുക്കിടയിൽ ഒരു പ്രശ്നവും വേണ്ടെന്നും നമ്മുടെ വിവാഹം എങ്ങനെയെങ്കിലും നടക്കണമെന്നും അമ്മു സ്നേഹയോട് പറയുന്നു. എന്നാൽ സ്നേഹ പറയുന്നുണ്ട് മേഴ്സിയാന്റി പോയ ശേഷം തന്റെ അച്ഛൻ ഒരുപാട് കരഞ്ഞുവെന്ന്. ആന്റി അറ്റ്ലീസ്റ്റ് ഇതൊക്കെ തന്നോടെങ്കിലും നേരത്തെ തുറന്നു പറയണമായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ചെയ്തത് എല്ലാവരെയും വിഷമത്തിലാഴ്ത്തി. ആന്റി അച്ഛനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അച്ഛൻ സമ്മതിച്ചേനെ. എന്നാൽ അമ്മു പറയുന്നു ചിലപ്പോഴില്ലേ സമ്മതിക്കൂ, ചിലപ്പോൾ സമ്മതിക്കാതിരുന്നാലോ എന്നുള്ള പേടി കാരണമായിരിക്കാം അവർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നമ്മുടെ കാര്യം ഇനി എന്താണെങ്കിലും അത് പപ്പ തീരുമാനിക്കട്ടെ എന്നായിരുന്നു സ്നേഹയുടെ മറുപടി. ഇവിടെ മേഴ്സിയും മിലിയും വന്നതോടെ വീടിനുണ്ടായ മാറ്റത്തെ പറ്റിയൊക്കെ അംബരീഷ് പറയുന്നു. രാജ്കുമാറിന്റെ മേഴ്സിയുടെ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് ഒരു വിവാഹം കഴിച്ചാലെന്നുള്ള ചിന്തയൊക്കെ അംബരീഷിന് വന്നു തുടങ്ങിയിരുന്നു. എന്തൊക്കെയാണെങ്കിലും സ്നേഹം മറക്കാൻ അമ്മുവിന് പറ്റാത്ത കാരണം അമ്മു പോയി മാർക്കോസിനോട് സംസാരിക്കുന്നു. മാർക്കോസും പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്റെ മകള് നിന്നെ വേണ്ടാന്ന് പറയും. എന്നാലും അവളുടെ വിഷമം എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വിവാഹം നടക്കട്ടെ. പക്ഷെ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ വിവാഹത്തില് അംബരീഷ് വരാൻ പാടില്ല, കൂടാതെ മേഴ്സിയും വരാൻ പാടില്ല. കാരണം അംബരീഷ് ഓൾറെഡി മാർക്കോസിനെ ചവിട്ടിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ദേഷ്യം അയാൾക്കുണ്ടായിരുന്നു. കൂടാതെ വിവാഹം കഴിഞ്ഞ ഉടനെ തൽക്കാലത്തേക്ക് നാട്ടുകാരെ ബോധിപ്പിക്കാൻ സ്നേഹ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. പക്ഷെ അത് കഴിയുമ്പോഴേക്ക് നിങ്ങൾ രണ്ടുപേരും ഇവിടെ അടുത്തെവിടെങ്കിലും ഫ്ളാറ്റ് വാങ്ങി താമസമാക്കണം. അല്ലാതെ എന്റെ മകളെ ആ കുടുംബത്തിൽ നിർത്താൻ പറ്റില്ല. ഇതിനെല്ലാം ഓക്കെ പറയുകയാണെങ്കിൽ മാത്രം വിവാഹത്തിന് സമ്മതിക്കാമെന്നായിരുന്നു മാർക്കോസിന്റെ അഭിപ്രായം. സ്നേഹയെ വിട്ടുകളയാൻ പറ്റാത്തത് കാരണം അമ്മു ഇതിനെല്ലാം ഓക്കെ പറഞ്ഞു. അതിനുശേഷം അയാളുടെ ഈ നിബന്ധനകളെല്ലാം വീട്ടിലും എല്ലാവരെയും അറിയിച്ചു. അംബരീഷിന് നല്ല വിഷമം ഉണ്ടായിരുന്നു അമ്മുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ. മേഴ്സി പറയുന്നുണ്ട് തനിക്കൊരു പ്രശ്നമില്ല, എന്റെ സഹോദരൻ മാർക്കോസ് അത് ആഗ്രഹിക്കുന്നതെങ്കിൽ താൻ വിവാഹത്തിന് വരുന്നില്ല എന്ന്. താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എന്നെങ്കിലും ഒരിക്കൽ മാർക്കോസ് തന്നെ മനസ്സിലാക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമെന്ന് മേഴ്സി വിശ്വസിച്ചു. അതിനിടയ്ക്ക് പിന്നെയും ചിന്നുവിന്റെ വീടിന്റെ അടുത്തുള്ള കേബിള് ആരോ മുറിച്ചിരിക്കുന്നു. അംബരീഷും ജിജോയും അത് ശരിയാക്കാൻ വന്നിരിക്കുകയായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി ചിന്നു വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ടൊരു കവറ് നിറയെ മുറിച്ച കേബിളുകൾ അയാളുടെ മുന്നിലേക്ക് ഇടുന്നു. ഇതോടെ ജിജോയ്ക്ക് കാര്യം
മനസ്സിലായി. ചിന്നു അംബരീഷിനെ സ്നേഹിക്കുന്നുണ്ട്. അംബരീഷിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്നു കേബിൾ മുറിച്ചുകൊണ്ടിരുന്നത്. ചിന്നുവിന്റെ ഇഷ്ടം മനസ്സിലായതും അംബരീഷും അവളുടെ ആ ആഗ്രഹത്തിന് സമ്മതിക്കുന്നു. കാരണം അയാൾക്ക് ഇപ്പോൾ വിവാഹം കഴിച്ചാലെന്നുള്ള ആലോചനയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ചിന്നു പറഞ്ഞതുപോലെ തന്നെ വിവാഹശേഷം കുറച്ചു കഴിയുമ്പോഴേക്കും ചിന്നുവിന്റെ അമ്മയുടെയും കൂടെ അംബരീഷ് ഇവിടെ വന്ന് താമസിക്കണം. അതിനെല്ലാം ആദ്യം അംബരീഷ് ഓക്കെ പറഞ്ഞു. എന്താണെങ്കിലും മാർക്കോസ് പറഞ്ഞ പ്രകാരം അമ്മുവിന്റെ സ്നേഹയുടെ വിവാഹത്തിന് അംബരീഷിന് പോകാൻ പറ്റില്ല. അന്ന് തന്നെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ചിട്ട് ചിന്നു അംബരീഷും വിവാഹം കഴിക്കാനായിരുന്നു തീരുമാനം. ഈ കാര്യങ്ങളെല്ലാം വീട്ടില് അംബരീഷ് അറിയിക്കുന്നു. എന്നിട്ട് അയാളും ഒരു കട്ടിലൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഇത്തവണ അമ്മു ആകട്ടെ നേരത്തെ കട്ടില് വാങ്ങിയില്ല. വിവാഹം കഴിഞ്ഞിട്ടേ കട്ടില് വാങ്ങൂ എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെ അമ്മുവിന്റെ സ്നേഹയുടെയും മനസ്സമ്മതമൊന്നും നടത്താതെ ഡയറക്റ്റ് ആയിട്ട് അവർ വിവാഹമായിരുന്നു നടത്തിയത്. അതേ ദിവസം തന്നെ അംബരീഷും ചിന്നുവും വിവാഹം കഴിച്ചു. രണ്ട് ദമ്പതിമാരും ഒരുമിച്ച് തന്നെയാണ് വിവാഹശേഷം ആ വീട്ടിലേക്ക് വന്നു കയറിയത്. ആഘോഷ പരിപാടികളിലൊന്നും മാർക്കോസിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് സ്നേഹയും അമ്മുവിനെയും മറ്റൊരു ഫ്ളാറ്റിലേക്ക് മാറ്റണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. ആ നിബന്ധന കിടക്കുന്നതുകൊണ്ട് തന്നെ ആദ്യരാത്രി ആഘോഷിക്കാനും സ്നേഹ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പുതിയ ഫ്ളാറ്റിലേക്ക് മാറിയിട്ട് മതി ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്നതെന്നായിരുന്നു അവളും പറഞ്ഞത്. ആ വീട്ടിൽ വന്നെങ്കിലും മേഴ്സിയോടും മിലിയോടും സ്നേഹം മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ചിന്നു അംബരീഷിനോട് പറയുന്നത് എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് പോയി താമസിക്കണമെന്നാണ്. എന്നാൽ അംബരീഷ് അതിനൊക്കെ ഇനി സമയമുണ്ടെന്ന് പറഞ്ഞ് ഒഴിവായിക്കൊണ്ടേയിരുന്നു. അംബരീഷിന് ഭാര്യ വീട്ടിൽ പോയി നിൽക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കൂടെ കിടക്കാൻ സ്നേഹം സമ്മതിക്കാത്തത് കാരണം അമ്മുവും റൂമിന് പുറത്തായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. വീട്ടിലെ അന്തരീക്ഷമൊന്നും അത്ര ശരിയല്ല. അമ്മു ആകട്ടെ സ്നേഹയെ പല രീതിയിലും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ ഒട്ടും അടുക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണവും കൂടി സ്ഥലപരിമിതിയും കുറഞ്ഞു. അത് കാരണം അമ്മുവും ചിന്തിക്കുന്നുണ്ട് മാർക്കോസ് പറയുന്ന പോലെ സ്നേഹയും കൊണ്ട് തൽക്കാലം ഒരു ഫ്ളാറ്റിലേക്ക് മാറുന്നതാ നല്ലതെന്ന്. ആ തീരുമാനം അവളെ അറിയിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരികയായിരുന്നു അമ്മു. ആ സമയം മേഴ്സിയും മിലിയും ചേർന്നിട്ട് സ്നേഹയോട് സംസാരിക്കുന്നു. ഇത്രയും ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും മിണ്ടുപോലും ചെയ്യാതിരിക്കുന്നതിന്റെ പരിഭവവും മിലി പറയുന്നുണ്ട്. മേഴ്സിയും അവളോട് സോറി പറയുന്നു. എന്നാൽ സ്നേഹ പറയുന്നുണ്ട് എന്റെ അമ്മ മരിച്ചപ്പോ പോലും എന്റെ അച്ഛൻ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് എന്റെ അച്ഛൻ ഒരുപാട് കരഞ്ഞു. അച്ഛൻ അത്രയധികം വിഷമമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ചെങ്കിലും ദേഷ്യം ഞാൻ നിങ്ങളോട് കാണിക്കണ്ടേ എന്ന് മേഴ്സി പറയുന്നുണ്ട്. ഇഷ്ടപ്പെടാത്തൊരു വിവാഹത്തിലായിരുന്നു ഞാൻ ഇത്രയും കാലം നിന്നത്. പക്ഷെ രാജ്കുമാറിനെ കണ്ടതും അയാളുടെ ആ പഴയ സ്നേഹമെല്ലാം എനിക്ക് ഓർമ്മ വന്നു. ആ സ്നേഹം എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ആ ഒരു നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ അങ്ങോട്ടൊരു തീരുമാനം എടുത്തത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സങ്കടങ്ങളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞു തീർത്തു. അതോടുകൂടി സ്നേഹയും തീരുമാനിച്ചു ഇനിയിപ്പോ അമ്മൂനെയും കൂട്ടി മറ്റൊരു ഫ്ളാറ്റിലോട്ടൊന്നും മാറണ്ട എന്ന്. അവരെല്ലാവരും സന്തോഷത്തോടെ കാര്യം പറഞ്ഞിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന അമ്മുവിനെ സ്നേഹയുടെ അച്ഛൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ ഇതുവരെയും വീട് മാറുന്ന കാര്യത്തിൽ തീരുമാനമാക്കിയില്ലേ? എന്റെ മകളെ നിന്റെ പാവയാക്കി അവിടെ നിർത്താനൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണമെന്ന്. അയാൾ നല്ല ദേഷ്യത്തിലായിരുന്നു അവനോട് സംസാരിച്ചത്. അവന്റെ കുടുംബക്കാരെ പറ്റിയൊക്കെ മോശം പറയാൻ തുടങ്ങി. അതോടുകൂടി അവനും അയാളോട് തിരിച്ച് വഴക്കിടാൻ തുടങ്ങി. തന്റെയും തന്റെ മോളുടെയും ഓർഡർ കേട്ട് ജീവിക്കാനൊന്നും തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തായിരുന്നു അമ്മ ഫോൺ കട്ട് ചെയ്തത്. ആ ദേഷ്യത്തിൽ വന്ന് അവൻ സ്നേഹയോടും വഴക്കിടുന്നു. എന്നാൽ ഇവിടെ എല്ലാ പ്രശ്നവും സോൾവ് ആയിരിക്കുക എന്നുള്ള കാര്യം അമ്മുവിന് അറിയില്ലായിരുന്നു. നിന്റെ അച്ഛൻ ആരാണെന്ന് അയാളുടെ വിചാരം. അയാൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്നും അയാൾ പറയുന്നത് കേട്ടിട്ട് നിനക്കെന്നെ എന്റെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ സ്നേഹയോട് വഴക്കിടുന്നു. അവളുടെ അച്ഛനാകട്ടെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മുവിന്റെ വീട്ടുകാർക്ക് ശാപം കിട്ടിയിട്ടുണ്ടെന്നും ആ ശാപം കാരണം വീട്ടില് സ്ത്രീകൾ നിൽക്കാറില്ലെന്നും. നിന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുകൂടി അമ്മ സ്നേഹയോട് പറയുന്നു. എന്നാൽ സ്നേഹ പറയുന്നുണ്ട് എന്റെ അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണെന്ന്. ഈ വീട്ടില് ശാപം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് സ്ത്രീകൾക്കല്ല, ഇവിടുത്തെ ആണുങ്ങൾക്കാണെന്ന്. ദേഷ്യം വന്നിട്ട് അമ്മു ആകട്ടെ സ്നേഹയെ അടിക്കുന്നു. അതോടുകൂടി പ്രശ്നം വഷളായി. ദേഷ്യപ്പെട്ട അമ്മു അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. എന്നാൽ ജിജോയും വിമലും പോയി അമ്മുവിനോട് പറയുന്നുണ്ട് നീ എന്തിനാ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതെന്ന്. നീ വരുന്നതിന് മുമ്പ് തന്നെ സ്നേഹയും മേഴ്സിയും മിലിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നിരുന്നു. സ്നേഹ വീട് വിട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചതുമാണ്. പക്ഷെ നീയാണ് വന്ന് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. എന്നാൽ അവളുടെ അച്ഛനുമായിട്ടുള്ള ദേഷ്യം കാരണമാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് അമ്മുവും പറയുന്നു. അവൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സ്നേഹ അവിടെ നിന്ന് സാധനങ്ങളും എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അമ്മു ആകെ സങ്കടത്തില് മേഴ്സിയോട് പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം നിങ്ങളുടെ വിവാഹമായിരുന്നു എന്ന്. നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്ന ശേഷം ഇതെല്ലാം ഉണ്ടായത്. രാജ്കുമാറിനും ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം അയാൾക്കും അറിയാം അയാൾ എടുത്തുചാടി മേഴ്സി വിവാഹം കഴിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന്. വീട്ടില് എല്ലാവരും തമ്മിൽ ആകെ ഒരു അകലം ഉണ്ടാകാൻ തുടങ്ങി. ആർക്കും പഴയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. സ്നേഹ പോയതോടുകൂടി എല്ലാവരും ആകെ സങ്കടത്തിലായിരുന്നു. അംബരീഷ് ആകട്ടെ ചിന്നുവിന്റെ കൂടെ വീട്ടിലേക്കും പോകാൻ തയ്യാറല്ല. അത് കാരണം ചിന്നു ആകെ ദേഷ്യത്തിലായിരുന്നു. പക്ഷെ സ്നേഹയുടെ വിവാഹവും ഇങ്ങനെ ആയതോടുകൂടി തന്റെ ഇളയ മകൾ സോഫിയുടെ വിവാഹമെങ്കിലും നന്നായിട്ട് നടത്തണമെന്ന് മാർക്കോസ് തീരുമാനിച്ചിരുന്നു. ടോമിന്റെ വീട്ടുകാരുമായിട്ട് ചേർന്ന് അവർ എത്രയും പെട്ടെന്ന് സോഫിയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ദിവസം രാത്രി രാജ്കുമാർ ആകട്ടെ അമ്മുവിനോട് സംസാരിക്കുന്നു. അയാൾ ചെറുപ്പത്തിൽ തന്നെ ഗൾഫിലേക്ക് പോയതും കാശുണ്ടാക്കാൻ കഷ്ടപ്പെട്ടതും ഒരുപാട് സ്ട്രഗിൾ ചെയ്തതും എല്ലാം അവനോട് പറയുന്നു. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കി നാട്ടിലെത്തി മേഴ്സി വിവാഹം കഴിക്കണമെന്നായിരുന്നു അന്ന് അയാളുടെ ആഗ്രഹം. എന്നാൽ മേഴ്സിക്ക് അന്നൊന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല. അവൾക്ക് അവളുടെ വീട്ടുകാരെ എതിർത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധം കാരണം മറ്റൊരാളെ അവൾക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. പക്ഷെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അവൾ അനുഭവിച്ചു. ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ വേദനയാണ് അവൾ അനുഭവിച്ചത്. കുറച്ചെങ്കിലും സന്തോഷം ഇപ്പോൾ അവൾക്ക് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവളൊരു പാവമാണ്. നീ വിചാരിക്കുന്ന പോലെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാനും മേഴ്സി ആഗ്രഹിക്കില്ല. തന്റെ അച്ഛന്റെ വിഷമങ്ങളെല്ലാം കേട്ടപ്പോൾ അമ്മുവിന് സങ്കടം തോന്നുന്നു. താൻ അനാവശ്യമായിട്ട് എല്ലാവരോടും ദേഷ്യപ്പെട്ടു എന്ന് അമ്മുവിന് മനസ്സിലായി. അതിനിടയ്ക്ക് സോഫി വന്ന് അമ്മു
അമ്മൂനോട് പറയുന്നുണ്ട്, അച്ഛൻ എന്റെ വിവാഹം പെട്ടെന്ന് നടത്തണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ചേച്ചിയുടെ വിവാഹം ഇങ്ങനെ ആയത് കാരണം നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ അച്ഛന് എന്റെ വിവാഹം മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ടോമിനെ ഇഷ്ടമല്ല. ടോമാണ് ഇങ്ങോട്ട് ഈ ആലോചനയായിട്ട് വന്നത്. പക്ഷെ ഞാൻ മറ്റൊരാളെയാണ് സ്നേഹിക്കുന്നത്. ഇത് കേട്ടതും അമ്മു ഞെട്ടി. ബാക്കി കാര്യങ്ങൾ അവള് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ നിന്നും അമ്മൂന് കോള് വരുന്നു. മേഴ്സി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട്. അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് മേഴ്സി പ്രഗ്നന്റ് ആണെന്ന്. അത് കേട്ട് രാജ്കുമാർ ഉൾപ്പെടെ എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ഈ വിവരം അറിഞ്ഞിട്ട് സ്നേഹയും മാർക്കോസും മേഴ്സിയെ കാണാൻ വരുന്നു. പഴയ ദേഷ്യമെല്ലാം മറക്കാൻ അയാൾ തീരുമാനിച്ചു. കാരണം കുടുംബത്തിൽ നല്ലൊരു കാര്യം നടക്കുകയല്ലേ. മേഴ്സിയുടെ പ്രഗ്നൻസിയിൽ അയാൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അയാളോട് ദേഷ്യത്തിൽ ഫോണിലൂടെ ഓരോന്ന് സംസാരിച്ചതിന്റെ പേരിൽ അമ്മുവും വന്ന് അയാളോട് സോറി പറഞ്ഞു. അതോടെ അവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. പക്ഷെ അപ്പോഴും സ്നേഹ അമ്മുവിനോട് അധികം അടുത്തിട്ടുണ്ടായിരുന്നില്ല. തന്റെ ഇളയ മകൾ സോഫിയുടെ കല്യാണത്തിന് എല്ലാവരും വരണമെന്നും അത് ഭംഗിയായിട്ട് നടത്തണമെന്നും മാർക്കോസ് പറയുന്നുണ്ട്. അപ്പോഴാണ് സോഫി പറഞ്ഞ കാര്യത്തെപ്പറ്റി വീണ്ടും അമ്മു ആലോചിക്കുന്നത്. സോഫി അവനോട് പറയുന്നുണ്ട്, ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം, എനിക്ക് ടോമിനെ ഇഷ്ടമല്ലാന്ന്. അമ്മുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. അമ്മു അംബരീഷിനോടും ജിജോയോടും ഈ കാര്യങ്ങൾ പറയുന്നു. ആ പെൺകുട്ടി ആരെയാ സ്നേഹിക്കുന്നെന്ന് അവര് ചോദിക്കുന്നു. അപ്പോഴാണ് സോഫി തന്നെ കാണിച്ച ഫോട്ടോയുടെ കാര്യം അമ്മു അവരോട് പറയുന്നത്. അവൾ സ്നേഹിക്കുന്നത് ശരിക്കും ടോമിന്റെ ചേട്ടൻ ജോയലിനെയായിരുന്നു. പണ്ടു മുതലേ അവർ മനസ്സിൽ കൊണ്ടുവരുന്ന ഇഷ്ടമാണ്. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് ടോം സോഫി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കല്യാണാലോചനയുമായിട്ട് മാർക്കോസിന്റെ വീട്ടിലെത്തിയത്. എന്നാൽ ജോയലിനും സോഫിക്കും ഇത് ടോമിനോട് തുറന്നു പറയാനും വയ്യ. ജോയലിനോടും അമ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജോയലും പറയുന്നത് താനായിട്ട് വീട്ടുകാരോട് ഇത് തുറന്നു പറയാൻ പറ്റില്ല എന്നാണ്. കാരണം ടോം തന്റെ ബിസിനസ്സിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തന്റെ അനിയൻ സ്നേഹിച്ച പെണ്ണിനെ തനിക്ക് വേണമെന്ന് താൻ എങ്ങനെ അവനോട് പോയി പറയും? പക്ഷെ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ പരസ്പരം ഇഷ്ടത്തിലായിരുന്നില്ലേ എന്ന് അമ്മ ചോദിക്കുന്നു. എന്നിട്ട് പോലും ജോയലിന് അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല. സോഫിയാകട്ടെ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അമ്മുവാണ് ശരിക്കും പെട്ടത്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു. അവസാനം ഈ കല്യാണം മുടക്കാൻ ഒരു ഹെൽപ്പ് ചോദിക്കുന്നത് അവർ വിമലിന്റെ അടുത്താണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വിമൽ പറയുന്നുണ്ട്, കല്യാണത്തിന്റെ അന്ന് അവൻ അവിടെ വരാതിരുന്നാ പോരെ, അതിനു വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. ഇത് അവന്റെ ഡ്രിങ്ക്സിൽ എങ്ങനെയെങ്കിലും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ ഒരു ദിവസത്തേക്ക് അബോധാവസ്ഥയിലായിരിക്കും. കല്യാണത്തിന്റെ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഉണരൂ. അങ്ങനെ ഒടുവിൽ സോഫിയുടെ വിവാഹത്തിന്റെ തലേന്നത്തെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അവസരം കിട്ടുമ്പോൾ ഇത് ടോമിന്റെ ഡ്രിങ്കിൽ കലക്കി കൊടുക്കാനായിരുന്നു അമ്മുവിന്റെ വിമലിന്റെ തീരുമാനം. പക്ഷെ അതിനു മുമ്പേ ടോമിനോട് ഒന്ന് സംസാരിച്ചാലോ എന്ന് തോന്നിയിട്ട് അമ്മു ആകട്ടെ ടോമിനോട് പോയി പറയുന്നുണ്ട്, ഈ വിവാഹം നടക്കില്ല, സോഫിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന്. എന്നാൽ ടോമിന് അമ്മു പറഞ്ഞ ആ കാര്യം വിശ്വാസം തോന്നിയില്ല. കാരണം അമ്മു വെറുതെ ഈ കല്യാണം മുടക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും എന്നാണ് ടോം ചിന്തിച്ചത്. പക്ഷെ അമ്മു പറയുന്നുണ്ട്, നിന്റെ ചേട്ടൻ ജോയലിനെയാണ് സോഫിക്ക് ഇഷ്ടം, ജോയലിനെ തിരിച്ചും സോഫി ഇഷ്ടമാണെന്ന്. എന്നാൽ ടോം വീണ്ടും പറയുന്നത്, അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജോയൽ എന്റെ അടുത്ത് വന്ന് നേരിട്ടത് പറയട്ടെ എന്ന്. അല്ലാത്ത പക്ഷം നാളെ എന്തായാലും ഈ വിവാഹം നടക്കും. ഇവന് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ മനസ്സിലാവാത്തെന്ന് അമ്മു ചിന്തിക്കുന്നു. ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ, ആ ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലക്കി കൊടുക്കുക. വിമലും ജിജോയും ചേർന്നിട്ട് ഡ്രിങ്ക്സിൽ അത് കലക്കുന്നു. ആ സമയമാകട്ടെ നമ്മുടെ അമ്മുവിന്റെ കഫേയിലെ സ്റ്റാഫായിട്ടുള്ള അയാൾ വന്നിട്ട് ഇവരോട് ഇതെന്താ കലക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇവര് കള്ളം പറയുന്നുണ്ട്, ഗ്ലൂക്കോസ് ആണ് ചെക്കന് എനർജി കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതാണെന്ന്. അതും പറഞ്ഞിട്ട് 2 ഡ്രിങ്ക്സ് ജിജോ ആകട്ടെ ടോമിനും സോഫിക്കും കൊണ്ടു കൊടുക്കുന്നു. ടോമിന്റെ ഡ്രിങ്ക്സിലായിരുന്നു ആ മയക്കുമരുന്ന് കലർത്തിയിരുന്നത്. എന്നാൽ ഫോട്ടോഗ്രാഫർ ആകട്ടെ ഫോട്ടോ എടുക്കാൻ നേരത്ത് ഇവരോട് രണ്ടുപേരോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യൂസ് കുടിപ്പിക്കാൻ പറയുന്നു. അതോടുകൂടി മയക്കുമരുന്ന് കലർത്തിയ ഗ്ലാസ്സിൽ നിന്നും ജ്യൂസ് കുടിച്ചത് നമ്മുടെ സോഫിയാണ്. തങ്ങളുടെ പ്ലാൻ പാളിയെന്ന് അമ്മൂനും കൂട്ടർക്കും മനസ്സിലായി. എന്നാൽ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ടോം ആകട്ടെ മൈക്കിലൂടെ എല്ലാവരോടും പറയുന്നുണ്ട്, കുറച്ചു മുമ്പ് അമ്മ വന്ന് തന്നോട്ടൊരു കാര്യം പറഞ്ഞുവെന്ന്. സോഫിക്ക് ജോയലിനെ ഇഷ്ടം, ജോയലിന് സോഫിയെ ഇഷ്ടം, അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന്. ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അമ്മു അങ്ങനെ വന്ന് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതോടുകൂടി എല്ലാവരും അമ്മുവിന്റെ നേരെ തിരിഞ്ഞു. സ്നേഹിയും ആകെ ദേഷ്യത്തിലായിരുന്നു. നീ കല്യാണം മുടക്കാനാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് മാർക്കോസും അവനോട് പറയുന്നുണ്ട്, എന്റെ കുടുംബത്തോട് നിനക്ക് ഇത്രയും ദേഷ്യം എന്താണ്? നീ എന്തിനാ ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നതെന്ന്. കാര്യങ്ങളൊന്നും അറിയാതെ രാജ്കുമാറും അമ്മുവിന്റെ മുഖത്തടിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ജോയൽ ഇടപെടുന്നു. അമ്മു പറഞ്ഞത് കള്ളവല്ലാന്നും താനും സോഫിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും. പക്ഷെ ഇതെങ്ങനെ ടോമിനോടോ വീട്ടുകാരോടോ പറയണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. ധൈര്യമില്ലാത്തത് കൊണ്ട് ആ കാര്യങ്ങൾ ഇതുവരെ എത്തിയത്. അതോടുകൂടി ടോം പറയുന്നുണ്ട്, ഇത് നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണമായിരുന്നു എന്ന്. പക്ഷെ അപ്പോഴേക്കും മയക്കുമരുന്ന് കലർന്ന ഡ്രിങ്ക്സ് കുടിച്ച സോഫി അകട്ടെ ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവളെ എടുത്ത് കസേരയിലേക്ക് ഇരുത്തി. ജോയലിനും സോഫിക്കും പരസ്പരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ വിവാഹം തന്നെ നടക്കട്ടെ എന്നായിരുന്നു ടോമും പറയുന്നത്. ചേട്ട സ്നേഹിച്ച പെണ്ണിനെ ഒരിക്കലും എനിക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമില്ല. അമ്മുവിനെ എല്ലാവരും തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ അവനോട് ക്ഷമ ചോദിക്കുന്നു. സ്നേഹിയും അവന്റെ അടുത്ത് സോറി പറയുന്നു. പക്ഷെ അടുത്ത നിമിഷം അമ്മുവും ബോധം കെട്ട് വീണു. അപ്പോഴാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നേരത്തെ ഇവർ കലക്കിയ സാധനം എന്താണെന്ന് അമ്മുവിന്റെ കടയിലെ സ്റ്റാഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഗ്ലൂക്കോസ് ആണെന്നാണല്ലോ അവനോട് പറഞ്ഞത്. തന്റെ മുതലാളിക്കും കുറച്ച് സ്ട്രെങ്ത് ഒക്കെ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ജ്യൂസിൽ അയാളാകട്ടെ ഈ മയക്കുമരുന്ന് കലർത്തി നമ്മുടെ അമ്മുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും അറിയാതെ അമ്മു അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മുവിന്റെയും ബോധം പോയത്. അവന് ബോധം തിരിച്ചു കിട്ടിയപ്പോഴേക്കും ജോയലിന്റെയും സോഫിയുടെയും വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നതോടുകൂടി ഹാപ്പി ആയിട്ട് ഇവരെല്ലാവരും ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇനിയിപ്പോൾ അമ്മുവും സ്നേഹിയും ഈ വീട്ടിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് അമ്മ ഓർഡർ ചെയ്ത പ്രകാരം കട്ടിലും എത്തി. വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരായതുകൊണ്ട് തന്നെ ചിന്നുവിന്റെ ആഗ്രഹപ്രകാരം അംബരീഷിനോട് ചിന്നുവിന്റെ വീട്ടിൽ പോയി താമസിക്കാനും രാജ്കുമാർ പറയുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ
താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.